ഈ വർഷം ഭയങ്കരമായിട്ട് കൊതുക് മൂത്തിട്ട് ഹോളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹോളിൽ ഇരിക്കണമെങ്കിൽ തന്നെ നമ്മൾ ബെഡ്റൂമിലല്ല, ഹോളിൽ ഇരിക്കണമെങ്കിൽ തന്നെ കൊതുക് തിരി കത്തിച്ച് വെക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ വർഷം പൊതുവേ ഭയങ്കരമായിട്ട് കൊതുക് കൂടുതലാണ്. എന്താണെന്നറിയത്തില്ല. അതും വലിയ വലിയ കൊതുകുകളാണ് വരുന്നത്. എവിടുന്ന് വരുന്നതാണെന്നറിയത്തില്ല. കാടും മേടും ഒക്കെ തെളിച്ചെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അവിടെ എല്ലാം. പക്ഷേ ഈ വരുന്നത് ഏത് വഴി കൂടെ ആണെന്ന് അറിയത്തില്ല. അതാ വിഷയം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ മുഖമെല്ലാം കുത്തി പാട് വീഴും. പക്ഷെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി കഴിയുമ്പം ആ പാടെല്ലാം പോയി റെഡി ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പം മുഖം ഫുള്ള് കൊതുകിൻ്റെ പാടാണ്, ദേഹമെല്ലാം കൊതുകാണ് ഇവിടെയൊക്കെ വന്നു കഴിയും. എൻ്റെ വീട്ടിലാണെങ്കിൽ കൊതുകും അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ വീടല്ലേ എപ്പോഴും നമുക്ക് നല്ലത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ രാജാവാണ്. അമ്മയുണ്ട്, ആങ്ങളമാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ വീടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വവും. എൻ്റെ വീട്ടിലെ എല്ലാത്തിനും കൊണ്ടും എനിക്ക് സൗകര്യം എൻ്റെ വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനെപ്പോഴും ഇവിടെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ അങ്ങോട്ട് പോകും. അവിടെ പോയി 2-3, ചിലപ്പോൾ അവിടെ 2 ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ 10 ദിവസമോ കഴിഞ്ഞാൽ പോയിച്ച് വരുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം പോകണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പം പിന്നെയും ഞാനവിടെ നിൽക്കും. അതാണ്. എൻ്റെ വീട്ടിൽ വേറെ പെണ്ണുങ്ങളായിട്ട് ആരുമില്ല. വേലക്കാരത്തി അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഇപ്പോൾ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ടേ അമ്മയ്ക്കൊന്നും പറ്റത്തില്ല. പിന്നെ വേലക്കാരത്തിയേ ഉള്ളൂ. അവർ രാവിലെ വന്നിട്ട് വൈകിട്ട് പോകുന്ന. പിന്നെ അന്നേരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റത്തില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകണം. കാരണം സ്വന്തം വീടല്ലേ അല്ലേ. അമ്മയൊക്കെ ഉള്ള സമയത്ത് പോകണം. അതൊക്കെയാണ്.